ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഈദ് സ്പെഷ്യൽ ഒരു ഡെസേർട്ട് ആയാലോ. അഥവാ നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ള മലായി കേക്കാണ് ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. ഇതിനൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന അടിപൊളി കേക്ക് റെസിപ്പിയാണ്. ഈ ഒരു കേക്കിൻ്റെ സ്പോഞ്ചിന് നമ്മൾ ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ല, സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കേക്ക് കൂടെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് റെഡിയാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളെടുക്കുക, അതിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇപ്പോൾ നമ്മൾ മുട്ട എടുക്കുന്ന ബൗൾ എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക, എന്നാലേ മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അവിടെ കുറച്ച് വെള്ളമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ ഫ്ലഫി ആയിട്ട് വരില്ല, അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് ബീറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാൻ 1 മിനിറ്റ് ഇത് ആദ്യം ഒന്നിങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ബീറ്റ് ചെയ്ത് തുടങ്ങിയ ശേഷം നമുക്കതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാരയാണ് 1/4 കപ്പ് എടുക്കുന്നത്. അത് കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. 1/4 കപ്പ് പഞ്ചസാര ചെറിയ തരിയുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വലിയ തരിയുള്ള പഞ്ചസാരയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 കപ്പ് പൊടിച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇത് ചെറിയ തരി ആയതുകൊണ്ടാണ് ഞാൻ പൊടിക്കാതെ തന്നെ എടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് മെൽറ്റ് ആവണം, അപ്പോൾ അത് ശ്രദ്ധിക്കുക. പഞ്ചസാര വലിയ തരിയാകുമ്പോൾ നന്നായിട്ട് മെൽറ്റായി കിട്ടില്ല, അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് വരില്ല കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് വരുന്നവരെ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് റൂം ടെമ്പറേച്ചറിലുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ബീറ്റർ ലോ സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല, ബീറ്റർ ഒഴിവാക്കാം. എന്നിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ കോൺഫ്ലോർ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ, അല്ലാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് കിട്ടും. എന്നിട്ട് ഇത് നമുക്കൊന്ന് അരിച്ചെടുത്തിട്ടെടുക്കാം. ഇത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആദ്യം അരിച്ചെടുക്കുക, അതിനൊന്നും ആവശ്യമില്ല. ഈ ഒരു ബാറ്ററിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് ഇങ്ങനെ തന്നെ അരിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഒരു സ്പാച്ചില ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഒട്ടും കട്ടയില്ലാതെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം. കട്ട് ആൻഡ് ഫോൾഡ് രീതിയിൽ ഫോൾഡ് ചെയ്തെടുത്തിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒട്ടും കട്ടയില്ലാത്ത ബാറ്ററാക്കിയിട്ട് എടുക്കുക. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ ഒരു മോൾഡാണ് എടുക്കുന്നത്. അപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. 8 ഇഞ്ചിൻ്റെ ഒരു മോൾഡാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്ലാസ് ബൗളൊക്കെ ഉണ്ടെങ്കിൽ കാണാൻ ഒന്നുകൂടെ ഭംഗി അതായിരിക്കും. ഗ്ലാസ് ബൗൾ നമ്മൾ ഹീറ്റ് റെസിസ്റ്റൻ്റായി ബേക്കൊക്കെ ചെയ്യുന്ന ഗ്ലാസ് ബൗളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ബേക്ക് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാൻ ഈ ഒരു മോൾഡിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിലാവുമ്പോൾ നമുക്ക് ഈ ഒരു കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല, അപ്പോൾ പാത്രത്തിൽ നിന്ന് എടുത്തിട്ടാണ് ഞാൻ പിന്നെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്ലാസ് ബൗളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിലിട്ടിട്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കുക. ഒരു കുഴിയുള്ള പാത്രത്തിലേക്ക് കേക്ക് മാറ്റിയാലും മതി. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്ക്യൂർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്, എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ടാപ്പ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് എയർ ബബിൾസ് കളയാം. ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഏത് ഇതിലാണ് ബേക്ക് ചെയ്യുന്നത് അത് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. ഓവണാണെങ്കിൽ ഓവണൊക്കെ പ്രീ ഹീറ്റ് ചെയ്ത് അതുപോലെ ഒരു പാത്രത്തിൽ തട്ട് വെച്ചിട്ടാണ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പാത്രത്തിലേക്ക് ഇത് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 25-30 മിനിറ്റിനുള്ളിൽ ഇത് ബേക്കായി കിട്ടും കേട്ടോ. ഓരോ ഫ്ലെയിമിനനുസരിച്ച് ഡിഫറൻസ് വരും. പിന്നെ ഒരു സമയം കൊണ്ട് തന്നെ ഞാനിവിടെ പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മലായി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1.25 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് വറ്റിച്ചിട്ട് ഏകദേശം അതിൻ്റെ പകുതിയാക്കി ചുരുക്കണം നമുക്ക്. അപ്പോഴേക്ക് നമ്മുടെ കേക്ക് ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തേക്ക് എടുത്തിട്ട് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ പാല് ഏകദേശം ഒക്കെ വറ്റി ഇങ്ങനെ വരുന്നുണ്ട്. ഈ ഒരു വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ആഡ് ചെയ്തെടുക്കാനുണ്ട്. ഏകദേശമൊക്കെ വറ്റി വരുന്ന ഒരു സമയത്ത് നമുക്കതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കണ്ടൻസ് മിൽക്കിൻ്റെ മധുരമാണ് നമ്മളുടെ ഈ ഒരു മിൽക്ക് മിക്സ്ചറിന് ഉണ്ടാവുക. പിന്നെ മധുരം വേണമെന്നുണ്ടെങ്കിൽ പിന്നെ വേണമെങ്കിൽ ആഡ് ചെയ്യും, പക്ഷേ കണ്ടൻസ് മിൽക്ക് മാത്രം ആകുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതെല്ലാം കൂടെ അടിയിൽ പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിതിലേക്ക് ചേർക്കുന്ന ഒരു സ്റ്റേജും സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കട്ടെ, എന്നാലേ കറക്റ്റ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ പാൽപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സായ ശേഷം ഇതിലേക്ക് ഞാൻ 2 ഏലക്കായ ചതച്ചത്, ഏലക്കായുടെ സീഡ്സ് ഇട്ടോ അത് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഏലക്കായുടെ പൊടി ഉണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അത് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരും. പിന്നെ തണുക്കുന്ന സമയത്ത് ഒന്നുകൂടെ തിക്കായിട്ട് വരും. അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അതുകൊണ്ടാണ് അത് വറ്റിച്ചെടുക്കാൻ പറയുന്നത്. കുറച്ച് തിക്കായിട്ടുള്ളൊരു മിൽക്ക് മിക്സ്ഡായിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോഴാണ് ഇത് കറക്റ്റ് മലായി ആയിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ അതൊന്ന് തണുക്കുന്ന സമയത്ത് ഒന്നുകൂടെ തിക്കായിട്ട് വരും.
അപ്പോൾ അത് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോഴേക്ക് നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാനത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ടൊരു സ്ക്യൂർ വെച്ച് ഇതുപോലെ ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിതിൻ്റെ മുകളിൽ ആ മിൽക്ക് മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. അത് നന്നായിട്ട് സോക്കായിട്ട് വരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് ഹോൾസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു മലായി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ട് സോക്കാവുന്ന വരെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് ഈ ഒരു കേക്ക് അതിലിങ്ങനെ സോഫ്റ്റ്, നമ്മൾ മിൽക്ക് കേക്കൊക്കെ ട്രൈ ചെയ്യൂലേ, മിൽക്ക് കേക്ക് കഴിക്കുന്ന പോലെ അതുപോലെയാണ് ഇത് കഴിക്കുക. നല്ല പുഡിങ് രീതിയിലാണ് കഴിക്കുക. അപ്പോൾ നന്നായിട്ട് സോക്കാക്കിയ ശേഷം അതിന് മേലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ബദാം ചോപ്പ് ചെയ്തത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിസ്തയോ ഏതാ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊരു 3 മണിക്കൂർ മിനിമം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത ശേഷം സെറ്റാക്കിയ ശേഷം മാത്രം എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. ചെറിയൊരു സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഡെസേർട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ എടുത്തിട്ട് ഞാനൊരു ബൗളിലേക്ക് എടുക്കുകയാണ്. പിന്നെ ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള, നമ്മളിപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചാലും കുറച്ച് ബാക്കി ഉണ്ടാവും നമ്മുടെ ആ മിൽക്ക് മിക്സ്ചർ, കുറച്ച് മാറ്റി വെച്ചാൽ മതി. എന്നിട്ടത് കഴിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഒഴിച്ച് കൊടുത്തിട്ട് സെർവ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ആ ഒരു ജ്യൂസി ആയിട്ട് അതിലിങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റും നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു മലായി കേക്കാണിത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്